തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടിംഗ് ക്രമക്കേട് ആരോപണത്തിൽ വി.എസ്. സുനിൽകുമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് വിശദമായ സത്യവാങ്മൂലം സമർപ്പിച്ചു. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നു ഇപ്പോൾ. അപ്പോൾ ഈ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ BJPയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള വോട്ട് കൃത്രിമത്തെ സംബന്ധിച്ച് നടത്തിയ പ്രതികരണത്തെ തുടർന്ന് സംസ്ഥാന ഇലക്ഷൻ ചീഫ് ഓഫീസർ രത്തൻ യു ഗേൽക്കർ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു നോട്ടീസ് തന്നിരുന്നു. ആ നോട്ടീസ് അദ്ദേഹം ഇലക്ഷൻ നിയമത്തിലെ 20(3)B അനുസരിച്ച് നോട്ടീസാണ് തന്നിരിക്കുന്നത്. ആ നോട്ടീസിൽ പറയുന്നത് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരണം എന്നാണ്. ആ തരുമ്പോൾ നമ്മളൊരു ഓത്ത്, ഒരു ഡിക്ലറേഷൻ കൊടുക്കണം. നിങ്ങൾ കൊടുക്കുന്ന വിവരങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങൾ തെറ്റുണ്ടെങ്കിൽ അത് പുതിയ ഭാരതീയ ന്യായ സംഹിത പ്രകാരം നിങ്ങൾ കുറ്റക്കാരനാണെന്ന് കാണുകയും നിങ്ങളെ ശിക്ഷിക്കുകയും ചെയ്യും. അതിന് നിങ്ങൾ സമ്മതം ഒപ്പിട്ട് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാനതിന് കൃത്യമായ മറുപടി കൊടുത്തിരിക്കുകയാണ്. 24 പാരഗ്രാഫുള്ള ഒരു വിശദമായ മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്, ഇലക്ഷൻ കമ്മീഷന് ഇങ്ങനെ ഒരു ഫ്രോഡ് നടന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു നോട്ടീസ് കൊടുക്കാനുള്ള അധികാരം ഇലക്ഷൻ കമ്മീഷൻ നിയമപ്രകാരമില്ല. ഫൈനൽ ഇലക്ടർ റോൾ വരുന്ന സന്ദർഭത്തിൽ മാത്രമാണ് 20(3)B പ്രകാരമുള്ള ഓത്ത് നൽകിയിട്ടുള്ള ഒരു ഡിക്ലറേഷൻ കൊടുക്കണമെന്ന് ആവശ്യപ്പെടാനുള്ള അധികാരം ആ സന്ദർഭത്തിൽ മാത്രമേ ഇലക്ഷൻ കമ്മീഷൻ ഉള്ളൂ എന്നുള്ളതാണ് നിയമം അനുശാസിക്കുന്നത്. ആ നിയമത്തിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ രാഹുൽ ഗാന്ധിക്കാണെങ്കിലും ഇപ്പോൾ എനിക്കാണെങ്കിലും ഇങ്ങനെ ഒരു നോട്ടീസ് തന്നിരിക്കുന്നത്. ഇവിടെ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നടന്നിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള വീഴ്ചകളെ സംബന്ധിച്ച് വന്നിരിക്കുന്ന പത്രവാർത്തകളും അതുപോലെ തന്നെ വിശദമായ റിപ്പോർട്ടുകളും ഞാനിതോടനുബന്ധിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കൂടുതലായിട്ട് വിശദാംശങ്ങൾ നൽകുന്നതിന് വേണ്ടി അദ്ദേഹം ആവശ്യപ്പെടുകയാണെങ്കിൽ വളരെ വിശദമായിട്ടുള്ള തെളിവുകൾ അദ്ദേഹത്തിന് മുമ്പിൽ ഹാജരാക്കുമെന്നുള്ള വിവരം കൂടി അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം, 22/1/2024 വോട്ടർ പട്ടിക പുറത്തിറങ്ങിയ ശേഷം 4/4/2024 മറ്റൊരു വോട്ടർ പട്ടിക കൂടി പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ വോട്ടർമാരെ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമപ്രകാരം പാലിക്കേണ്ടതായിട്ടുള്ള യാതൊരു നടപടികളും സ്വീകരിക്കാതെയാണ് ആ നിയമ നടപടിയെ സംബന്ധിച്ചുള്ള പ്രൊസീഡിങ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ കൊടുത്തിരിക്കുന്ന വിശദീകരണത്തിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അത് പ്രകാരം ചേർത്തപ്പെട്ടിരിക്കുന്ന വോട്ടുകളെല്ലാം തന്നെ വളരെ വഞ്ചനാപരമായ ഫ്രോഡായി ചേർത്തിരിക്കുന്ന വോട്ടുകളാണ്. അപ്പോൾ ഒരു ഫ്രോഡ് സംഭവിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ പ്രൊസീഡിങ്സും ഇല്ലാതാകുമെന്ന നിയമത്തിന്റെ അടിസ്ഥാന തത്വമനുസരിച്ച് അന്ന് ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന അന്തിമ വോട്ടർ പട്ടിക തന്നെ ഫ്രോഡാണെന്നും അത് നിലനിൽക്കാത്തതാണെന്നുള്ളതാണ് ഈ കത്തിലൂടെ ഞാൻ സൂചിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിനെതിരായ നടപടി സ്വീകരിക്കണം. ആ ഇലക്ടർ റോള് തന്നെ ഫ്രോഡ് എന്ന നിലയിൽ പരിഗണിച്ചുകൊണ്ട് ഇതിന്മേൽ നടപടി സ്വീകരിക്കാനാണ് ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകേണ്ടതെന്നുള്ളതാണ് ഞാൻ ഈ കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, BJP നേതാക്കന്മാർ ഇലക്ഷൻ നിയമപ്രകാരം നമ്മുടെ രാജ്യത്ത് ഇലക്ഷൻ നടത്തുന്നതിന് പൂർണ്ണമായിട്ടും അതിന്റെ സ്വതന്ത്രമായ രീതിയിൽ നടത്തേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ 2024 ഏർപ്പെടുത്തിയിരിക്കുന്ന നിബന്ധനകൾ നിലവിലുള്ള സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധിക്ക് വിരുദ്ധമായിട്ടാണ് പുതിയ വോട്ടർമാരെ ചേർക്കുന്നതിനുള്ള നിബന്ധനകൾ ഒരു സർക്കുലറായി ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കിയിരിക്കുന്നത്. ആ സർക്കുലറിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ നേരത്തെ പത്രമാധ്യമങ്ങളോട് പറഞ്ഞിരുന്നതാണ്. നിങ്ങൾ ഹാജരാക്കേണ്ട രേഖകളിൽ നിങ്ങൾ ഏത് അഡ്രസ്സിലാണ് നിങ്ങൾ താമസിക്കുന്നത് ആ അഡ്രസ്സിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു പോസ്റ്റൽ കാർഡ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വോട്ട് ചേർക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഓർഡിനറി റെസിഡൻസ് എന്ന് പറയുന്ന ഒരു ആള് സാധാരണ താമസക്കാരനാണെന്നതിനെ കണ്ടുപിടിക്കുന്നതിനെ സംബന്ധിച്ച് 2 സുപ്രധാനമായ കോടതി വിധികൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട്.